മയ്യഴിപ്പുഴയുടെ കൈവരിയായി ഒരു കൊച്ചരുവി വായനക്കാരനെ തഴുകി നനച്ച് മലയാള സാഹിത്യത്തിൽ അതിൻ്റെ ഒഴുക്കാരംഭിച്ചു. ഇന്നും നിലയ്ക്കാതെ മയ്യഴിപ്പുഴയിൽ ചെന്ന് പതിക്കുകയാണ് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ആദരണീയരായ വിധികർത്താക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എം മുകുന്ദൻ മലയാള സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനി. 1942 സെപ്റ്റംബർ 10 പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിൽ ജനിച്ചു. കുട്ടിക്കാലം മുഴുവൻ നീണ്ടുനിന്ന രോഗം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും അകന്ന് തൻ്റെതായ വായനയുടെയും എഴുത്തിൻ്റെയും പുതിയ ഒരു ലോകം സൃഷ്ടിക്കാൻ ഉള്ള അവസരമൊരുക്കി. 1962 പിന്നീട് ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം തൻ്റെ ആദ്യത്തെ രചന നിരത്ത് വെളിച്ചം കാണുന്നത്. പിന്നീട് മലയാളികൾ മലയാളം കണ്ടത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളായിരുന്നു. മലയാളം അന്നേ വരെ കാണാത്ത എഴുത്തിൻ്റെ പുതിയ ഒരു ശൈലിയായിരുന്നു. മയ്യഴിയുടെ പശ്ചാത്തലത്തിലൊരുങ്ങിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും ദൈവത്തിൻ്റെ വികൃതികളും, പ്രവാസം, ഡൽഹി, കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ തുടങ്ങി ഒട്ടനവധി നോവലുകൾ. അദ്ദേഹത്തിൻ്റെ പല നോവലുകളിലും സമയവും കാലവും അതിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി പുതിയ ഒരു എഴുത്ത് ശൈലി, അത് തന്നെയാണ് മുകുന്ദന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ നോവലുകൾ എന്ന പോലെ അദ്ദേഹത്തിന്റെ ചെറുകഥകളും വളരെയധികം പ്രസക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2018 സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരവും 1998 ഷെവലിയൻ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും, അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയവതിയായ പെൺകുട്ടി എന്ന ചെറുകഥാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും, കേശവന്റെ വിലാപങ്ങൾക്ക് വയലാർ അവാർഡ്, ദൈവത്തിന്റെ വികൃതികൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തെ ഇന്നത്തെ എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്, പഴയകാല എഴുത്തുകാരിൽ നിന്ന് ശ്രദ്ധേയനാക്കുന്നത് ഇന്നും അദ്ദേഹം സജീവമായി തൻ്റെ എഴുത്തുകൾ രചിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ വായനക്കാരെ വായനയിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി കൃതിയിലേക്ക്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴി ഫ്രഞ്ച് ഭരണത്തിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശം. എന്നാൽ അന്നോളം അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് തങ്ങൾ ഇത്തരത്തിൽ ഒരു ആധിപത്യത്തിന്റെ കീഴിലാണ്, അതിൽ നിന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ചിന്തയില്ല. അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യ ദാഹം ഉണ്ടാകുന്നത് എഴുത്തുകാരന്റെ പറഞ്ഞതുപോലെ തന്നെ ദാസന്റെ പിറവിക്ക് ശേഷമാണ്. ആ ഒരു കാലത്താണ് മയ്യഴി സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ മയ്യഴിയിൽ സ്വാതന്ത്ര്യ പോരാട്ടം നടക്കുകയും ഒടുവിൽ നിരവധി പോരാട്ടങ്ങളുടെ ഒടുവിൽ മയ്യഴി സ്വതന്ത്രയാകുന്നതുമാണ് നോവലിലെ കഥ എന്ന് പറയുന്നത്. പക്ഷേ കേവലം ഒരു നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമല്ല മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതിനപ്പുറത്തേക്ക് പലരുടെയും ജീവിതമാണ്, മയ്യഴിയിലെ നാട്ടുകാരുടെ ജീവിതമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴി ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പോലും ഭാരതീയ സംസ്കാരങ്ങളിൽ നിന്ന് വിഭിന്നമായി പരന്ത്രീസ് ജീവിതക്രമം നിലനിന്നിരുന്ന ഒരു ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു. സ്വന്തം നാടിനെ തന്നിലൂടെ അടയാളപ്പെടുത്തുകയാണ് മുകുന്ദൻ. ഞാൻ മയ്യഴിയാണ്, അല്ലെങ്കിൽ മയ്യഴിയാണ് മുകുന്ദൻ എന്ന തരത്തിലേക്കുള്ള ഒരു രചനയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 1954 മയ്യഴി സ്വതന്ത്രയാകുന്നത്. ഒരുപക്ഷെ ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ചങ്ങലകളിൽ നിന്ന് പൊട്ടിച്ചെറിയാൻ വേണ്ടി വന്ന അതേ യജ്ഞം മയ്യഴിയെ സ്വതന്ത്രയാക്കുന്നതിനും വേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോവലിൽ നിന്ന് തന്നെ വ്യക്തമാകും. 1974 മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന ഈ അമൂല്യ നിധി രചിക്കപ്പെടുന്നത്. അതിന് 2 പതിറ്റാണ്ട് മുൻപുള്ള സ്വാതന്ത്ര്യ പോരാട്ടവും അതിനു മുൻപുള്ള സാമൂഹികാവസ്ഥയുമാണ് നോവലിൽ എഴുത്തുകാരൻ ചിത്രീകരിക്കുന്നത്. പറഞ്ഞതുപോലെ മയ്യഴിയുടെ നാട്ടുകാരുടെ കഥയാണ്. അതിനാൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ആ മഹാനാടകത്തിലുണ്ട്. എന്നാൽ വായനക്കാരൻ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ സ്ഥാനങ്ങളുണ്ട്. ഒരു കഥാപാത്രത്തെയും മറക്കുവാൻ കഴിയില്ല. കുറമ്പി ഇച്ചിരി പൊടി തരുവോ എന്ന ലസ്ലി സാഹിബിന്റെ വിളിയും, അതിനെന്താ സായിവേ എന്ന കുറമ്പി അമ്മയുടെ മറുപടിയും, അത്തരത്തിൽ ഓരോ കഥാപാത്രങ്ങളും അവരവരുടേതായ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ്. വായനക്കാരൻ
എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത് ആ കഥയുടെ അന്ത്യം തന്നെയാണ്. നായകന്റെ മരണം അതാരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മുകുന്ദന്റെ മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് എഴുത്തുകാരനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നതാണ് വായനക്കാരനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നതാണ് ഒരു എഴുത്തുകാരന്റെ വിജയം എന്നുള്ളതാണ്. ദാസനെ പോലെ ചിന്തിച്ചാൽ ദാസന്റെ സൃഷ്ടിയുടെ പൊരുൾ എന്നത് മയ്യഴിയുടെ സ്വാതന്ത്ര്യമാണ്. മയ്യഴിയെ ഫ്രഞ്ച് ആധിപത്യത്തിന്റെ ചങ്ങലകളിൽ നിന്ന് പൊട്ടിച്ചെറിയുമ്പോൾ ദാസന്റെ ജന്മം അതിന്റെ പൂർവ്വ നിർവൃതിയിലെത്തുന്നു. പിന്നീട് ദാസന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുപോലെ തന്നെ അദ്ദേഹം അതോടൊപ്പം ചേർത്ത് വെക്കുന്നത് നഷ്ടപ്രണയത്തിന്റെ മനോഹാരിത കൂടിയാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതാണ് ദാസന്റെയും ചന്ദ്രികയുടെയും മരണം. എന്നാൽ വായനക്കാർ കരുതുന്നത് പോലെ അവരുടെ പ്രണയം നഷ്ടപ്പെടുന്നില്ല. വെള്ളിയാങ്കലിലെ തുമ്പികളായി അവർ ഒന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് കഥയിൽ ഉയരുന്ന അസ്തിത്വവാദവും. കഥയിലുടനീളം താൻ ആരാണ്, തന്റെ സൃഷ്ടിയുടെ പൊരുൾ എന്താണ് എന്നത് ദാസനെ വല്ലാതെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. ആ അസ്തിത്വവാദത്തെ ബോധധാരാ രീതിയായി ദാസന്റെ ചിന്തകളിലൂടെ തന്നെ എഴുത്തുകാരൻ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ അസ്തിത്വവാദവും മാനുഷിക ബോധവും ഒക്കെ തന്നെ ആധുനിക എഴുത്തിന്റെ മധ്യയുടെ വിത്തുകളാണ്. ഇതോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ് സമുദ്രത്തിലും അതുപോലെ തന്നെ കഥയിലും ഉയർന്നു നിൽക്കുന്ന വെള്ളിയാങ്കല്ല് എന്ന സങ്കല്പം. ഒരു നാട് അതിന്റെ പ്രാകൃത സംസ്കൃതിയുടെ തുടർച്ചയെ വെള്ളിയാങ്കല്ല് എന്ന സങ്കല്പത്തിലേക്ക് മാറ്റിച്ചായിക്കുകയാണ്. വെള്ളിയാങ്കല്ല് എന്ന സങ്കല്പവും കഥയിൽ വളരെ ശ്രദ്ധേയം തന്നെയാണ്. മയ്യഴി ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. എന്നാൽ ആ ചരിത്രത്തിന്റെ ഏടുകൾക്കപ്പുറത്തേക്ക് മയ്യഴി തുറന്നു കാട്ടുന്ന സൗന്ദര്യത്തിന്റെ കാൽപ്പനികതയുടെ വിശാലമായ ലോകമുണ്ട്. ഏതൊരു കൃതിയും എന്ന പോലെ മയ്യഴിക്ക് ഒരു രാഷ്ട്രീയവുമുണ്ട്. റിപ്പബ്ലിക്കൻ പ്രതിമയുടെ കീഴിൽ നിന്നും ദാസൻ തർക്കിക്കുമ്പോൾ പപ്പനോട് പറയുന്നുണ്ട്, പപ്പ, ഫ്യൂഡലിസത്തിന്റെ കാലത്ത് നീ ഒരു ബൂർഷ്വയാവുക, ബൂർഷ്വാസിയുടെ കാലത്ത് നീ ഒരു പ്രൊലറ്റേറിയൻ ആകുക, പക്ഷേ പപ്പ നീ അത്യന്തം ഒരു മനുഷ്യനാവുക എന്ന്.